എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നു. കഴിഞ്ഞ 13 അധ്യായങ്ങൾ തുടർച്ചയായി നിങ്ങളോട് സംസാരിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. 14-ാം അധ്യായം ഇന്ന് തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഭാഷയിൽ ലഭിച്ചതിനാൽ സ്തോത്രം. ഇത് പഠിക്കുവാനുള്ള ഈ വേദി, അവസരം ഓർത്തങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ സ്നേഹിതരെയും ശ്രോതാക്കളെയും, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ എല്ലാവരെയും അവിടുത്തെ തൃക്കരം നീട്ടി അനുഗ്രഹിക്കണമേ. തിരുവെഴുത്തുകൾ ഗ്രഹിപ്പാൻ കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കഴിഞ്ഞ അധ്യായത്തിൽ ക്രിസ്തുവിന്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്തു കാര്യങ്ങൾ സംസാരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറച്ച് ദിവസം മാത്രം നിങ്ങളുടെ ഇടയിൽ പാർക്കുമെന്ന് 13:33 പറഞ്ഞു. 13:37 കർത്താവെ, എനിക്ക് എന്തുകൊണ്ട് നിന്റെ അടുക്കൽ വരാൻ കഴിയുന്നില്ലെന്ന് പത്രോസ് ചോദിച്ചുകൊണ്ട് കരയുന്നു. ക്രിസ്തു തന്റെ മരണത്തെ ഇവിടെ വ്യക്തമായി പ്രസ്താവിച്ചു. തന്റെ അരുമ ശിഷ്യന്മാരിൽ ഒരുത്തൻ ഇറങ്ങിപ്പോയി, യൂദ. കാലുകളെ കഴുകുന്നു, മരണവിധം പ്രസ്താവിക്കുന്നു. യൂദ ഇറങ്ങിപ്പോകുന്നു. അന്തരീക്ഷം അതിന്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് വന്നിരിക്കുന്നു. യേശു ഇതുവരെ പറഞ്ഞത് ദുഃഖകരമായ കാര്യമാണെങ്കിൽ ആശ്വാസത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ തുടങ്ങുന്നത്. 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. യേശു ഇപ്പോൾ അടുത്തൊരു ഭാഗത്തേക്ക് തിരിയുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഹൃദയം കലങ്ങാതിരിക്കാൻ എന്താ മാർഗം? ദൈവവിശ്വാസം. ദൈവവിശ്വാസത്തെ വളരെ നിസ്സാരമായിട്ട് പുച്ഛിക്കുന്ന ആളുകളുണ്ട്. ദൈവം എവിടെ? ദൈവം ഉണ്ടോ? ദൈവം ഇതൊക്കെ കാണുന്നില്ലേ? ദൈവം കൈക്കൂലിക്കാരനാണോ? അഴിമതിക്കാരനാണോ? ഇങ്ങനെയെല്ലാം ചോദിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. ഓർക്കുക, ഹൃദയം കലങ്ങുമ്പോൾ, മനസ്സ് തളരുമ്പോൾ, മനുഷ്യന് ആശ്വസിക്കുവാൻ ഒരു വഴിയുമില്ലാതെ വരുമ്പോൾ അവനൊരു പിടിവള്ളിയാണ് ദൈവവിശ്വാസം. ഒരിക്കൽ ഒരു നിരീശ്വരവാദി ഇങ്ങനെ എഴുതി വെച്ചു: നട്ടെല്ലില്ലാത്തവരാണ് ദൈവവിശ്വാസികൾ. അദ്ദേഹം ഇങ്ങനെ തുടർന്നെഴുതി: സാധാരണ നട്ടെല്ലില്ലാത്തവർ ഊന്നുവടിയുടെ സഹായത്തോടുകൂടിയാണ് നടക്കുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാതെ, സ്വന്തം നട്ടെല്ല് നൂർന്നു നിൽക്കാതെ വളയുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഊന്നുവടിയാണ് ദൈവവിശ്വാസം. അതെ, ഞാനത് അംഗീകരിക്കുന്നു. ഞാനത് ഒട്ടും തള്ളിക്കളയാതെ അംഗീകരിക്കുന്നു. അതെഴുതിയ എഴുത്തുകാരനെയും ഇന്നത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും ഞാൻ ഏറ്റവും അധികം അംഗീകരിക്കുന്നു.
ഒരക്ഷരം പോലും അതിൽ നിന്ന് തിരുത്തണ്ട. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നട്ടെല്ലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. നട്ടലില്ലാത്തവർ നടുകുഴി കുനിയുമ്പോൾ ഉപയോഗിക്കുന്ന ഊന്നുവടിയാണ് ദൈവവിശ്വാസം. അതെ, അതിന് സംശയമില്ല. പക്ഷെ ഇവിടെ നട്ടലുള്ള ആരുണ്ടെന്നാ ചോദ്യം. ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേരാണ് അലക്സാണ്ടർ. അയാൾ പറഞ്ഞത് ഈ ലോകത്തിലുള്ള മുഴുവൻ സമുദ്രവും പട്ടാളക്കാരാണെങ്കിൽ അതിനെ ഞാൻ കീഴടക്കാമായിരുന്നു എന്നാ പറഞ്ഞു. പക്ഷേ യൗവനത്തിൽ പെട്ടെന്നായിരുന്നു തന്റെ അന്ത്യം. താന് ഒരു സെമിത്തേരിയിൽ നിൽക്കുമ്പോൾ തന്റെ തൊപ്പി പറന്നുപോയി ഒരു ശവകുടീരത്തെ പോയി വീണത്രേ. അപ്പോൾ തന്റെ ഏറ്റവും അടുത്ത ക്ലോസ് തന്റെ ഉപദേഷ്ടാവ് പറഞ്ഞു, അതൊരു ശുഭലക്ഷണമല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് അലക്സാണ്ടറിനെ ബാധിക്കില്ല, മറ്റു പലരെയും ബാധിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. എന്തോ ഏതോ പെട്ടെന്നായിരുന്നു ഒരു പനി വന്നതും പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം വന്നതും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നാണ് ചരിത്രങ്ങളിൽ വായിക്കുന്നത്. ഇത് ലോകം അറിയാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുക, എന്നെ വെളിയിൽ കൊണ്ടുപോകുമ്പോൾ, എന്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ 2 കൈയും പുറത്തേക്ക് ഇടണം. ആളുകൾ കാണട്ടെ അലക്സാണ്ടർ ഒന്നുമില്ലാതെ ഇങ്ങോട്ട് വന്നു, ഒന്നുമില്ലാതെ ഇവിടുന്ന് പോയി എന്ന് ലോകം കാണട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ നട്ടലുള്ള മനുഷ്യന്റെ കഥ. ഇവിടെ ആർക്കും തനിയെ നിൽക്കാൻ പറ്റില്ല. മുന്തിരിങ്ങ വളരെ നല്ല പഴമാണ്, പക്ഷേ അതൊരു സപ്പോർട്ട്, ഒരു കൊമ്പുണ്ടെങ്കിലേ പടരുള്ളൂ. ഒരു പന്തൽ, മറ്റെന്തെങ്കിലും ഒരു വള്ളി കെട്ടിക്കൊടുത്താലേ അത് പടർന്ന് കായ്ക്കുകയുള്ളൂ. മനുഷ്യൻ ഭയങ്കര ബുദ്ധിമാനാണ്, പക്ഷെ അവൻ തന്നെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ ബലപ്പെടുത്താൻ പറ്റും, പക്ഷെ എനിക്ക് എന്നെ ബലപ്പെടുത്താൻ പറ്റില്ല. എന്നെ ബലപ്പെടുത്തുന്നത് മറ്റുള്ളവരാണ്, അതെന്റെ സുഹൃത്തുക്കളാണ്. മനുഷ്യൻ ഒരിക്കലും തന്നെ നിൽക്കില്ല. ഇന്ന് നിങ്ങൾ ഈ ശബ്ദം വീട്ടിലിരുന്ന് കേൾക്കുമ്പോൾ നിങ്ങളോട് വ്യക്തമായി പറയുകയാണ്, നിങ്ങൾക്ക് തനിയെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ തോന്നൽ മാറും ഇച്ചിരി കഴിയുമ്പോൾ. നമുക്കൊരു തോന്നലുണ്ട്, പണം ഉണ്ടെങ്കിൽ നിൽക്കാന്ന്. ആരോഗ്യമുള്ളത് കൊണ്ട് പേടിക്കാനില്ലെന്ന് തോന്നുന്നു. നല്ല വീട്ടുകാരാ ഞങ്ങൾ, കുടുംബക്കാരൊക്കെ കയ്യിലുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ലെന്ന് തോന്നുന്നു. ഒരു ചുമ വന്നാൽ പിന്നെ കണ്ണു തുറക്കുന്നത് ആശുപത്രിയിലായിരിക്കും. ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു വിയർക്കുന്നത് പോലെ തോന്നുന്നു. പിന്നെ കണ്ണ് കാണൂല. ആളുകൾ എടുത്തു, കാറിലിട്ടു, ആശുപത്രിയിലെത്തി. എന്താ എന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതെന്നാ ചോദിക്കുന്നത്. അപ്പോഴേക്കും ദിവസങ്ങൾ കടന്നുപോയി, നിങ്ങൾ ബോധം കെട്ടുപോയതാ. ഇവിടെ നട്ടലുള്ള ആരുമില്ല എന്നുള്ള സത്യം നിങ്ങൾ അറിയണം. പിന്നെ നമുക്ക് നട്ടലിന് ബലം തരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ധനം. നമ്മുടെ നട്ടലിന് ബലം തരുന്ന മറ്റൊന്ന് നമ്മുടെ കുടുംബം, മറ്റൊന്ന് നമ്മുടെ വിദ്യാഭ്യാസം, മറ്റു പലതും. എന്നാൽ ഇതെല്ലാം നമ്മളെ കൈവിടുന്ന ഒരു സമയമുണ്ട്. ഇവിടെയാണ് ഈ വാക്കിന് ശക്തി. 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വാസം വർക്ക് ചെയ്യണമെങ്കിൽ ഇളകാത്ത ഒരു ആണി വേണം. വിശ്വാസം ഉറപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? എവിടെ നിങ്ങൾ വിശ്വസിക്കും? ഒന്നും വിശ്വസിക്കാനില്ലെങ്കിൽ അവൻ ബലഹീനനാണ്. ഒന്നും വിശ്വസിക്കാനില്ലെങ്കിൽ അവൻ ഭീരുവാണ്. വിശ്വസിക്കാൻ എന്താ ഉള്ളത്? യേശുവിന്റെ വാക്ക്. ലോകത്തിന്നും മാറ്റൊലി കൊള്ളുന്ന ഒരു വാക്ക് ഇന്നിവിടെ വായിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ.
ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയം കലങ്ങുകയില്ല. എന്തു വന്നാലും കലങ്ങുകയില്ല. നിങ്ങളുടെ ബൈബിൾ ഒരു കുറച്ച് പേജ് പുറകോട്ട് മറിക്കാമോ? ഞാനൊരു മനോഹരമായ വാക്യം കാണിക്കാം. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ പ്രസ്താവന കാണിക്കാം. സങ്കീർത്തനം 46 പേജ് നമ്പർ 565 565. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഭൂമി മാറിപ്പോകുന്നു, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിലോട്ട് വീഴുന്നു, അതിലെ വെള്ളം ഇരച്ചു കലങ്ങുന്നു. അതിന്റെ കോപം കൊണ്ട് വീണ്ടും ബാക്കിയുള്ള പർവ്വതങ്ങൾ കുലുങ്ങുന്നു. ഇതെന്തായിരിക്കും? ഇതാണ് സുനാമി. ഇതാണ് വലിയ ക്രൂരമായ ഭൂകമ്പങ്ങൾ. ഇത് തന്നെയാണ് അന്നത്തെ അലങ്കാര പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇതാരെഴുതി? അനുഭവമുള്ള ഒരു ഭക്തൻ എഴുതി. ദൈവം എവിടെയാ? ദൈവം എവിടെയാണെന്ന് അറിയുന്നത് കഷ്ടതയുടെ സമയത്താണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ അടുത്തു വരുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സ്നേഹിതരെല്ലാം അകലുന്നതെപ്പോൾ? കഷ്ടത്തിൽ. ഉറ്റവരെല്ലാം അകലുന്നതെപ്പോൾ? കഷ്ടത്തിൽ. ദൈവം അടുക്കുന്നതെപ്പോൾ? കഷ്ടത്തിൽ. ഇതനുഭവിച്ചിട്ടുള്ളവർക്ക് വളരെ നന്നായിട്ടറിയാം. ഇഷ്ടം പോലെ സ്നേഹിതരുണ്ട്, ഇഷ്ടം പോലെ പ്രിയപ്പെട്ടവരുണ്ട്, ഉറ്റവരുണ്ട്. ഒരു കഷ്ടകാലം വരുമ്പോൾ എല്ലാവരും ഓടി വരും. സത്യമാണ്. ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു രോഗം വന്നു, എല്ലാവരും ഓടി വരും. പക്ഷേ ആ ആക്സിഡന്റിൽ, ആ അപകടത്തിൽ നിങ്ങൾ 6 മാസം കട്ടിലിൽ കിടക്കേണ്ട ഗതി വന്നാൽ ഈ ഓടി വന്നവർക്ക് ആർക്കും നിൽക്കാൻ പറ്റില്ല. എന്തിന്? നിങ്ങളുടെ സ്വന്തം ആളുകൾ പോലും മനസ്സിൽ പറയും, ഇതിനേക്കാൾ നല്ലത് മരിക്കുകയായിരുന്നു. അപ്പോൾ ഉറ്റവരും ഉടയവരും സ്നേഹിതരും അകലുന്ന സമയം എപ്പോൾ? കഷ്ടകാലം വരുമ്പോൾ. ദൈവം തമ്പുരാൻ അടുത്തു വരുന്ന സമയമേത്? കഷ്ടകാലത്തിന്റെ സമയം. വാക്യം ശ്രദ്ധിക്കൂ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സുഹൃത്തുക്കളെ, ദൈവം എവിടെയാ? പള്ളിയിലല്ല, ദേവാലയത്തിലല്ല. നിങ്ങളുടെ കഷ്ടതയുടെ സമയത്ത് നിങ്ങളുടെ കിടക്കയുടെ അരികിൽ. മറ്റൊരു വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദീനത്തിൽ അവൻ നിന്റെ കിടക്കയൊക്കെയും മാറ്റി വിരിക്കുന്നു. ഒരു സ്നേഹിതനെ പോലെ അടുത്തു വന്ന് സഹായിക്കുന്നവനാണ് ദൈവം. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഈ ഭൂമിയിൽ വരുന്ന പ്രകൃതിയിലെ വലിയ ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ ഒന്നും എന്നെ ബാധിക്കുകയില്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ഞാൻ പിടിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരർത്ഥവും അതിനുണ്ട്. ഭൂമി മാറിപ്പോയാലും എന്ന് പറഞ്ഞാൽ ഭൂമി എന്താണ്? ഭൂമി നമ്മുടെ ചവിട്ടി നിൽക്കുന്ന സ്ഥലമാണ്. ചവിട്ടി നിൽക്കുന്ന കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഭൂമി മാറിപ്പോയാലും എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാകുക എന്നാണ് എന്റെ അർത്ഥം. ആത്മീയ അർത്ഥവും കൂടെ പറയാം. നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാകുന്നു. ഇന്ന് ഈ വചനങ്ങൾ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ എത്ര പേരാണ് നിലനിൽപ്പ് അപകടത്തിലായിരിക്കുന്നവർ? ചവിട്ടി നിന്ന കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചുപോയ എത്ര ശ്രോതാക്കൾ ഇന്ന് ടെലിവിഷന്റെ മുൻപിലുണ്ട്? നിങ്ങൾക്കൊരൊറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിക്കുക. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചുപോയാൽ, നിലനിൽപ്പ് അപകടത്തിലായാൽ, വീട് പണയത്തിലായാൽ, വീട് ജപ്തി ചെയ്യാൻ പോകുന്നു എന്ന് നോട്ടീസ് വന്നാൽ, കെട്ടിച്ചുവിട്ട മകൾ തിരിച്ചു വീട്ടിലേക്ക് വരുന്നു എന്ന് അറിവ് കിട്ടിയാൽ, കോളേജിൽ പഠിക്കാൻ പോയ കുഞ്ഞിന് റാഗിംഗ് നിമിത്തം തിരിച്ചു പോരുന്നു എന്ന വാർത്ത കേട്ടാൽ, അതാണ് ഭൂമി മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ. ഈ ആഴ്ചയിൽ തൃശ്ശൂരിൽ നിന്നൊരു സ്ത്രീ എന്നെ കരഞ്ഞുകൊണ്ട് വിളിച്ചു. ബാബു ചെറിയാൻ സാറാണോ? ഞാൻ പറഞ്ഞു അതെ. കോയമ്പത്തൂർ പഠിക്കാൻ പോയ എന്റെ കുഞ്ഞ് റാഗിംഗ് നിമിത്തം വീട്ടിലേക്ക് വിളിച്ചു. ഒന്നെങ്കിൽ എന്നെ തിരിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്റെ ശവം കൊണ്ടുപോകേണ്ടി വരും. പാവപ്പെട്ട സ്ത്രീ, അതിന് ഹസ്ബൻഡ് ഇല്ല, വാവിട്ട് കരഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി ടെലിഫോണിലൂടെ പ്രാർത്ഥിച്ചു. ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്ന രംഗങ്ങൾ ഇതാണ്. ബൈബിളിലെ വാക്യമാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. ഭൂമി മാറിപ്പോയാലും എന്ന് പറഞ്ഞാൽ, പ്രതീക്ഷകൾ നശിച്ചാൽ, നിലനിൽപ്പ് അപകടത്തിലായാൽ ഒരു വഴിയുണ്ടോ? ഉണ്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, എന്റെ ശ്രോതാക്കളിൽ ആരൊക്കെയോ ഇന്ന് നിലനിൽപ്പ് അപകടത്തിലായിട്ടുണ്ട്. ആരൊക്കെയോ കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോയവരുണ്ട്. ആരൊക്കെയോ മരണഭീതി അഭിമുഖീകരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ആധികാരികമായി പറയുന്നു, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഏത് സമയത്തും, ഏത് വിഷയത്തിനും, ഏത് സ്ഥലത്തു വെച്ചും ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട്. അവനാണ് കർത്താവ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും. എന്താണ് പർവ്വതം? സ്വപ്നങ്ങൾ. പർവ്വതത്തോളം ഉയരമുള്ള സ്വപ്നങ്ങളുണ്ട് എനിക്കും നിങ്ങൾക്കും. സങ്കല്പങ്ങൾ, ഭാവനകൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, ഇതാണ് പർവ്വതങ്ങൾ. ഭൂമി മാറിപ്പോകുന്നു, പർവ്വതങ്ങൾ വീഴുന്നു എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് അപകടത്തിലാകുന്നു, സ്വപ്നങ്ങൾ തകരുന്നു. അടുത്ത വാക്യം, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും. ഈ പ്രത്യേക സാഹചര്യം മറ്റുള്ളവരെ ബാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. വീടിനോട് ബന്ധപ്പെട്ട എല്ലാ അംഗങ്ങളെയും അത് ബാധിച്ചിട്ട് കലക്കം കുടുംബത്തിലുണ്ടാകുന്നു. അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും. കുടുംബത്തിനകത്ത് കലക്കം വന്ന എത്രയോ പേർ ഈ ശബ്ദം കേൾക്കുന്നു. ആകെ കലങ്ങി നിങ്ങളുടെ കുടുംബം കിടക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയൂ. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയൂ. അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എന്താണ് ഇന്നത്തെ പ്രസംഗ വിഷയം, സന്ദേശം? യോഹന്നാൻ 14:1. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതെ, അത് ഞങ്ങൾക്കറിയാം സാറേ. ഹൃദയം കലങ്ങരുതെന്ന് എല്ലാവരും പറയാറുണ്ട്, മനഃശാസ്ത്രജ്ഞന്മാരും പറയാറുണ്ട്. അതെ, മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുക്കൽ ചെന്നാൽ പറയും, വിഷമിക്കരുത്, ടെൻഷൻ എടുക്കരുത്, അങ്ങനെ ഭയപ്പെടരുത്, അങ്ങനെ കരയരുത്. ഓക്കെ, അതിന് പകരം എന്താ ചെയ്യുക? അതിന് പകരം എന്ത് ചെയ്യും? അതിന് പകരമുള്ള വഴിയാണ് ഈ പറഞ്ഞത്.
അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു നിർത്താനേ ഒരു ഡോക്ടർക്ക് കഴിയുള്ളൂ എങ്കിൽ പിടിക്കാൻ ഒരു സ്ഥലം അപ്പുറത്തുണ്ടെന്ന് യേശു പറയുന്നു. ഡോക്ടേഴ്സിന്റെ സേവനം വളരെ വിലപ്പെട്ടതാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നതുവരെ അവർ ചെയ്യും. അതെ, അവർക്ക് ചെയ്യാൻ പറ്റുന്നതുവരെ അവർ ചെയ്യും. അതിനപ്പുറത്ത് അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്കറിയാവുന്ന എന്റെ സ്നേഹിതനായ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന് ആയുസ് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാവുന്നത് മുഴുവൻ ഞാൻ ചെയ്യാം. പക്ഷെ ആയുസ് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. തലച്ചോറിൽ സംബന്ധമായ രോഗം മെനഞ്ചൈറ്റിസ് ബാധിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ വാക്കിതാണ്, ഈ കുഞ്ഞിന് ആയുസ് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ ചെയ്യാം. അതെ, മനുഷ്യൻ അവിടം വരെ വരാൻ പറ്റുകയുള്ളൂ. ദുഃഖിക്കണ്ട, കരയണ്ട, ടെൻഷൻ പിടിക്കണ്ട എന്നൊക്കെ എല്ലാവരും പറഞ്ഞു തരും. എന്നാൽ യേശു അങ്ങനെയല്ല പറഞ്ഞത്. നോക്കൂ, യേശുവിന്റെ പ്രസ്താവനയും മറ്റുള്ളവരുടെ പ്രസ്താവനയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിന് പകരം എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയാണ് വിഷയം. നിങ്ങൾ എവിടെയാ നിൽക്കുന്നേ? ആകാശത്തിലല്ല, വായുവിലല്ല, ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച മണ്ണിൽ നിങ്ങൾ ചവിട്ടി നിൽക്കുക. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ദൈവമാണ്. 2, നിങ്ങൾ വലിക്കുന്ന ശ്വാസം തികച്ചും സൗജന്യമായിട്ട് തമ്പുരാൻ ഈ പ്രകൃതിയിൽ വെച്ചിരിക്കുക. നിങ്ങൾ വലിക്കുന്നേ ഉള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളെപ്പോലെ തന്നെ കോടിക്കണക്കിന് മനുഷ്യർ ഈ ഓക്സിജൻ എടുത്തിട്ടും ഇത് തീരുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളെപ്പോലെ തന്നെ കോടാനുകോടി ജന്തുക്കൾ, ജീവികൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ബാങ്കിൽ പണം ഇടാതെ ജീവിക്കുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുക. ഇടിവെട്ടുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയാത്തൊരു പവർ ഇവിടെയുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുക. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ കൺട്രോളിൽ പെടാത്തതാണ് ഈ പ്രപഞ്ചം. കഠിനമായ മഴ വരുമ്പോൾ മനസ്സിൽ പറയണം, ഇതൊന്നും ഇന്ന സർക്കാർ വന്നാൽ മാറുവോ? മുഖ്യമന്ത്രി മാറിയാൽ മഴ മാറുവോ? പ്രധാനമന്ത്രി മാറിയാൽ വെയിൽ മാറുവോ? അപ്പൊ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഇവരാരും അല്ലല്ലോ, ദൈവമല്ലേ, സർവശക്തനായ ദൈവമല്ലേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് മുട്ടുകുത്തുക. നിങ്ങൾ ഇന്ന് ജീവിതത്തിൽ ഏതോ വിഷയത്തിന്റെ മുമ്പിൽ വല്ലാതെ തകർന്നിരിക്കുകയാണോ? ചവിട്ടി നിൽക്കുന്ന കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നുന്നുണ്ടോ? സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, സങ്കല്പങ്ങൾ ഇടിഞ്ഞു വീഴോ? കുഞ്ഞിനെക്കുറിച്ചുള്ള ഭാവി, കുടുംബത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, ജോലി, വിദേശയാത്ര, വീട്, ഈ സ്വപ്നങ്ങളെല്ലാം ഇടിഞ്ഞു വീഴുന്നത് പോലെയാണോ ഈ ആഴ്ചത്തെ അനുഭവം? എങ്കിൽ ദൈവത്തിൽ വിശ്വസിക്ക്. ദൈവം ആരാ? ദൈവം സൃഷ്ടിച്ച മണ്ണിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവൻ തരുന്ന സൗജന്യമായ ഓക്സിജനാണ് നിങ്ങൾ വലിക്കുന്നത്. ദൈവമേ നന്ദി എന്ന് പറ. ദൈവമേ നന്ദി, സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറ. വായെ തുറന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കൂ. ആത്മഹത്യ ചെയ്യണ്ട. ഇനി മയക്കുമരുന്ന് കഴിക്കണ്ട, വേണ്ട. ഇനി നിങ്ങൾ ലഹരി ഉപയോഗിക്കണ്ട. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരം മാറാൻ പോകുന്നു. ദൈവം ഒരു വചനം നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. ഇന്ന് നിങ്ങളുടെ മരണം മാറുന്നു, രോഗത്തിന് സൗഖ്യം വരുന്നു. നിങ്ങളുടെ മേലുള്ള ആ ഭയം യേശുവിൻ നാമത്തിൽ മാറിപ്പോകാൻ ഇപ്പോൾ കൽപ്പിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ചവിട്ടി നിൽക്കുന്ന കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ പ്രതീക്ഷകൾ തകർന്ന് നിലനിൽപ്പ് അപകടത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ അതിശയമുള്ള കരം നീട്ടിയവരെ താങ്ങണമേ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയെന്ന് തിരിച്ചറിയുവാൻ ഇവർക്കിടയാക്കണമേ. കഷ്ടകാലത്ത് സ്നേഹിതരും ബന്ധുക്കളും അകന്നു പോകുന്നു, ദൈവം അടുത്തു വരുന്നു എന്ന ആ വലിയ സന്ദേശം ഇവർ ഗ്രഹിക്കട്ടെ. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തന്നെ അവർ തിരിച്ചറിയത്തക്ക ഒരു സൗഖ്യം അയക്കണമേ. വലിയ ഭയത്തിലും നിരാശയിലും ഇരിക്കുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് സഹായിക്കണമേ. ഹൃദയം കലങ്ങാൻ അനുവദിക്കരുതേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ദയവായി ഒരു കത്തയക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.